Hello, my dear students. I am Swapna Shaji, Assistant Professor, Department of Commerce Self, Nirmala College, മൂവാറ്റുപുഴ. നമ്മൾ അടുത്തതായിട്ട് ഈ വീഡിയോയിൽ കാണാനായിട്ട് പോകുന്നത് നമ്മുടെ റോയൽറ്റി എന്ന് പറഞ്ഞ ആ ഒരു മൊഡ്യൂളിലെ ഇല്ലുസ്ട്രേഷൻ 7 ആണ്. പേജ് നമ്പർ 249. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇതും പലപ്പോഴും യൂണിവേഴ്സിറ്റി റിപ്പീറ്റഡായിട്ട് ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. പക്ഷേ ആ ക്വസ്റ്റ്യനിലും ആൻസറിലും ഒന്ന് രണ്ട് ചെറിയ മിസ്റ്റേക്കുകളും കൂടിയുണ്ട്. അപ്പോൾ അത് തിരുത്തി തന്നെ വേണം നിങ്ങളത് പഠിച്ചെടുക്കാനായിട്ട്. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. മിസ്റ്റർ ജോൺ ഓൺഡ് എ സർട്ടൈൻ പേറ്റൻറ്റ് റൈറ്റ്. ജോണിൻ്റെ കയ്യിൽ എന്തോ ഒരു പേറ്റൻറ്റ് റൈറ്റ് ഉണ്ട്. ഹീ ഗ്രാൻറ്റഡ് എ ലൈസൻസ് ടു കൃഷ്ണമൂർത്തി ആൻഡ് സൺസ് ടു യൂസ് സച്ച് റൈറ്റ് ഓൺ എ റോയൽറ്റി ബേസിസ്. അത് അയാൾ കൃഷ്ണമൂർത്തി ആൻഡ് സൺസിന് റോയൽറ്റി ബേസിസിൽ യൂസ് ചെയ്യാനായിട്ട് പെർമിഷൻ കൊടുത്തു. ദ ഫോളോയിങ് ആർ ദി റെലവൻറ്റ് പർട്ടിക്കുലേഴ്സ്. താഴെ കൊടുത്തേക്കുന്നതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ. ഇയർ 2021 മുതൽ 2025 വരെ ഉണ്ട്. മിനിമം റെൻറ്റ് ഓരോ വർഷവും ഫ്ലക്ച്വേറ്റിംഗ് ആണ്, എന്ന് വെച്ചാൽ ഓരോ വർഷവും ഡിഫറൻ്റ് ആണ്. ആ റോയൽറ്റി ഏണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് ഓരോ വർഷത്തെയും തന്നിട്ടുണ്ട്. എന്താണ് ഈ ക്വസ്റ്റ്യനിൽ ഒരു പ്രശ്നം? ദ ഡെഫിഷ്യൻസി ഓഫ് എനി ഇയർ ഈസ് ടു ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് എക്സസ് പേയബിൾ വിത്തിൻ ദ നെക്സ്റ്റ് 2 ഇയർ. ഈ വർഷം നഷ്ടം വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത വർഷം നമുക്ക് 2 വർഷം സെറ്റ് ചെയ്യാം. അടുത്ത വർഷം നഷ്ടം വന്നാൽ വീണ്ടും നെക്സ്റ്റ് 2 ഇയേഴ്സ്, അങ്ങനെ നഷ്ടം വന്നു കഴിഞ്ഞാൽ 2 ഇയേഴ്സ്. പ്രിപ്പയർ നെസസറി ലെഡ്ജർ അക്കൗണ്ട് ഓഫ് മിസ്റ്റർ ജോൺ എന്നാണ് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിരുന്നത്. പക്ഷേ ശരിക്കും അത് കൃഷ്ണമൂർത്തി എന്നാക്കണം. കാരണം ജോൺ ആണ് നമ്മുടെ ലെസ്സറും കൃഷ്ണമൂർത്തിയാണ് നമ്മുടെ ലെസ്സിയും. അതുകൊണ്ട് തന്നെ നമ്മൾ കൃഷ്ണമൂർത്തി ലെസ്സിയുടെ ബുക്സ് ആണല്ലോ നമ്മൾ ഉണ്ടാക്കാൻ പഠിച്ചേക്കുന്നത്. കൃഷ്ണമൂർത്തി ക്ലോസ് അക്കൗണ്ട്സ് ഓൺ 31 മാർച്ച് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യനിൽ ജോൺ വെട്ടി കൃഷ്ണമൂർത്തിയാക്കി മാറ്റണം കേട്ടോ. അനാലിസിസ് ടേബിളിൽ നമ്മൾ ഇയർ, ഔട്ട്പുട്ട് കോളം വേണ്ട, കാരണം റോയൽറ്റി നേരിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇയർ, റോയൽറ്റി, മിനിമം റെൻറ്റ്, എമൗണ്ട് പെയ്ഡ്, ഷോർട്ട് വർക്കിംഗ് അറൈസിംഗ് ഉണ്ട്, റീകൂപ്ഡ് ഉണ്ട്, ഇറിക്കവറബിൾ ഉണ്ട്, ബാലൻസ് ഉണ്ട്. നമ്മുടെ ഇയർ എന്ന് പറയുന്നത് 2021 മുതൽ 2025 വരെ നമ്മൾ എഴുതുന്നു. റോയൽറ്റി ക്വസ്റ്റ്യനിൽ നേരിട്ട് തന്നിട്ടുണ്ട് 1500, 1800, 1900, 2750, 2600. മിനിമം റെൻറ്റും ക്വസ്റ്റ്യനിലുണ്ട് 1750, 2000, 2250, 2500, 2500. എമൗണ്ട് പെയ്ഡ് എന്ന് പറയുന്നത് 1750 ഫസ്റ്റ് ഇയറിൽ. കാരണം റോയൽറ്റി എന്ന് പറയുന്നത് 1500, മിനിമം റെൻ്റ് എന്ന് പറയുന്നത് 1750. അപ്പോൾ വലുത് 1750, നമ്മളത് കൊടുക്കുന്നു. അപ്പം നമ്മളെ സംബന്ധിച്ച് ഷോർട്ട് വർക്കിംഗ് അറൈസ് അയക്കുന്നത് 1750 മൈനസ് 1500, 250. നമുക്കത് 2 വർഷം വരെ റീകൂപ്പ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ബാലൻസിലേക്ക് ഇടുന്നു. നെക്സ്റ്റ് ഇയറും ഇത് തന്നെയാണ് ഇഷ്യൂ. റോയൽറ്റി കുറവ്, മിനിമം റെൻ്റാണ് കൂടുതൽ. അപ്പോൾ അവിടെ നമ്മൾ മിനിമം റെൻറ്റ് 2000 കൊടുക്കുന്നു. 200 രൂപയാണ് നമ്മുടെ അറൈസിങ്. നമ്മളത് എന്ത് ചെയ്യുന്നു? വീണ്ടും ബാലൻസിലേക്ക് ഇടുന്നു. 250 പ്ലസ് 200, 450 ആകുന്നു. ഈ 2001 വന്ന 250 രൂപ നഷ്ടം നമുക്ക് 2 വർഷം വരെ ആയിരുന്നു റീകൂപ്പ് ചെയ്യാൻ പറ്റുന്നത്, അല്ലേ? അപ്പോൾ 2022, 2023 നമ്മൾ റീകൂപ്പ് ചെയ്യണം. പക്ഷേ ഈ ക്വസ്റ്റ്യൻ്റെ പ്രശ്നം എന്താണ്? 2023 റോയൽറ്റി കുറവാണ്, 1900 രൂപയേ ഉള്ളൂ. മിനിമം റേഞ്ച് 2250. അപ്പോൾ നമ്മൾ മിനിമം റെൻറ്റ് കൊടുക്കണം. അറൈസിങ് 350. അപ്പോൾ നമുക്ക് ഈ 250 എന്ത് ചെയ്യാൻ പറ്റിയില്ല? 2 വർഷത്തിനകം നമുക്ക് റീകൂപ്പ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് ഇറിക്കവറബിളിലേക്ക് നമ്മൾ എന്ത് കാണിക്കുക? 250 രൂപ കാണിക്കുക. അങ്ങനെയാണെങ്കിൽ ബാലൻസ് എന്ന് പറയുന്നത് 450 ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 250 പോയി. അപ്പോൾ വീണ്ടും 200 ആയി. 200 പ്ലസ് ഇപ്പോൾ വന്നേക്കുന്ന 350, അപ്പോൾ 550. അപ്പോൾ നിങ്ങളിങ്ങനെ ഓർത്താൽ മതി. 450 മൈനസ് 250 പ്ലസ് 350, 550. ഇനി 2022 വന്നേക്കണ നഷ്ടം 2023, 24 കൊണ്ട് നമ്മൾ റിക്കവർ ചെയ്യണം, അല്ലേ? 2024 അവസ്ഥ എന്നാന്ന് നമുക്ക് നോക്കാം. 2500 ആയിരുന്നു മിനിമം റെൻറ്റ്, പക്ഷേ റോയൽറ്റി 2750 ഉണ്ട്. അപ്പം നമുക്ക് 250 അധികം കിട്ടി. ഇവിടെ നമുക്ക് 200 ആയിരുന്നു എന്തുണ്ടായിരുന്നുള്ളൂ, റൈസിങ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റി? 250 റിക്കവർ ചെയ്യാനായിട്ട് പറ്റി, അല്ലേ? അപ്പോൾ ബാലൻസ് എത്രയായി? 550 മൈനസ് 250, 300 നമ്മുടെ ബാലൻസ്. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യുന്നു? 2750 നിന്ന് 250 നമ്മൾ എടുത്തല്ലോ, ബാക്കി 2500 എമൗണ്ട് പെയ്ഡ്. അടുത്ത വർഷത്തേക്ക് വന്നു കഴിഞ്ഞാൽ റോയൽറ്റി 2600, മിനിമം റേഞ്ച് 2500. 100 രൂപ നമുക്ക് റീകൂപ്പ് ചെയ്യാൻ കിട്ടി. പക്ഷേ ഈ 350 രൂപ അതിൽ ഓൾറെഡി നമ്മൾ 50 രൂപ കിട്ടിയായിരുന്നു, ബാക്കി 300 കിടക്കുവാണ്. അത് 2 വർഷത്തിനകം റീകൂപ്പ് ചെയ്യണമല്ലോ. 2023 നഷ്ടമല്ലേ, 25 റീകൂപ്പ് ചെയ്യണം. പക്ഷേ നമുക്ക് 100 രൂപയേ ഉള്ളൂ റീകൂപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ബാക്കി 200 രൂപ ഇറിക്കവറബിളായിട്ട് കാണിക്കുക. ഇതാണ് നമ്മുടെ ഒരു അനാലിസിസ് ടേബിളിൻ്റെ ഒരു സെറ്റപ്പ് വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ ലെഡ്ജർ അക്കൗണ്ട്സിലേക്ക് വരാം. ആദ്യം നമ്മൾ ഉണ്ടാക്കുന്ന ലെഡ്ജർ അക്കൗണ്ട് എന്ന് പറയുന്നത് മിനിമം റെൻ്റ് അക്കൗണ്ട് ആണ്. മിനിമം റെൻ്റ് അക്കൗണ്ടിലെ ഫസ്റ്റ് എൻട്രി മിനിമം റെൻ്റ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ലെസ്സർ, അഥവാ കൃഷ്ണമൂർത്തി അല്ല, ജോൺ, അല്ലേ? മിനിമം റെൻ്റ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ആരാണ്? ടു
ലെസ്സർ. അപ്പോൾ ഇവിടെ ഒന്ന് കറക്റ്റ് ചെയ്യണം കേട്ടോ, നിങ്ങൾ ആൻസർ ചെയ്യുമ്പോഴേ. മിനിമം റെൻ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ജോൺ എന്ന് വേണം എഴുതാൻ, അത് വെട്ടാൻ വിട്ടുപോയിട്ടുണ്ട് ഞാൻ. അപ്പോൾ ടു ജോൺ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് കാണിക്കണം 1750. എത്രയാണോ നമ്മുടെ മിനിമം റെൻ്റ് അത്. ഇനി രണ്ടാമത്തെ എൻട്രിയിൽ റോയൽറ്റി അക്കൗണ്ട് ഡെപ്റ്റർ ഷോർട്ട് വർക്കിംഗ് അക്കൗണ്ട് ഡെപ്റ്റർ ടു മിനിമം റെൻ്റ് എന്നാണ്. അപ്പോൾ ബൈ റോയൽറ്റി 1500, ബൈ ഷോർട്ട് വർക്കിംഗ് 250, അങ്ങനെ മൊത്തം 1750. അടുത്ത വർഷവും വീണ്ടും മിനിമം റെൻ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ജോൺ എന്ന് വരും. 2000 നമ്മുടെ മിനിമം റെൻ്റ്. ആ വർഷവും നമുക്ക് റോയൽറ്റി 1800 ഉള്ളൂ, ഷോർട്ട് വർക്കിംഗ് 200 രൂപ വന്നു, അങ്ങനെ മൊത്തം 2000. നെക്സ്റ്റ് ഇയറിലും മിനിമം റെൻ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ജോൺ എന്ന് വരും 2250. അവിടെയും നമുക്ക് റോയൽറ്റി 1900 ഉള്ളൂ, ഷോർട്ട് വർക്കിംഗ് 350 കൊണ്ട് അങ്ങനെ 2250. 3 വർഷങ്ങളിലാണ് റോയൽറ്റി കുറവ്. അപ്പോൾ നമ്മുടെ മിനിമം റെൻ്റ് അക്കൗണ്ട് 3 വർഷത്തെ മാത്രമാണ് ഉണ്ടാക്കുന്നുള്ളൂ. അടുത്ത അക്കൗണ്ട് എന്ന് പറയുന്നത് റോയൽറ്റി അക്കൗണ്ടാണ്. റോയൽറ്റി അക്കൗണ്ടിലേക്ക് വന്നു കഴിയുമ്പം ആദ്യം എന്താണ് റോയൽറ്റി അക്കൗണ്ട് ഡെപ്റ്റർ ഷോർട്ട് വർക്കിംഗ് അക്കൗണ്ട് ഡെപ്റ്റർ ടു മിനിമം റെൻ്റ് എന്നാണ്. അപ്പോൾ നമ്മൾ ടു മിനിമം റെൻ്റ് എന്ന് എഴുതുന്നു, റോയൽറ്റിയുടെ എമൗണ്ട് മാത്രം കാണിക്കുന്നു, വർഷാവസാനം അതിനെ പ്രൊഡക്ഷൻ അക്കൗണ്ടിലേക്ക് ക്ലോസ് ചെയ്യുന്നു. നെക്സ്റ്റ് ഇയറിൽ വീണ്ടും റോയൽറ്റി അക്കൗണ്ട് ഡെപ്റ്റർ ഷോർട്ട് വർക്കിംഗ് അക്കൗണ്ട് ഡെപ്റ്റർ ടു മിനിമം റെൻ്റ്, ആ എൻട്രിയാണ് വരിക. അപ്പോൾ ടു മിനിമം റെൻ്റ് എന്ന് കാണിക്കുന്നു, റോയൽറ്റിയുടെ എമൗണ്ട് എഴുതുന്നു, അതിനെ വീണ്ടും പ്രൊഡക്ഷൻ അക്കൗണ്ടിലേക്ക് ക്ലോസ് ചെയ്യുന്നു. നെക്സ്റ്റ് ഇയറിലും വീണ്ടും നമ്മൾ റോയൽറ്റി അക്കൗണ്ട് ഡെപ്റ്റർ ഷോർട്ട് വർക്കിംഗ് അക്കൗണ്ട് ഡെപ്റ്റർ ടു മിനിമം റെൻ്റ് എന്ന് വരും. അപ്പോൾ ടു മിനിമം റെൻ്റ് 1900, ബൈ പ്രൊഡക്ഷനിലേക്ക് ക്ലോസ് ചെയ്യുന്നു 1900. എന്നാൽ അടുത്ത വർഷം തൊട്ട് നമുക്കെന്താണ് റോയൽറ്റി അക്കൗണ്ട് ഡെപ്റ്റർ ടു ലെസ്സർ എന്നല്ലേ വരിക. അപ്പോൾ ഇവിടുത്തെ ലെസ്സർ ജോൺ ആണ്. അപ്പോൾ ടു ജോൺ 2750, ബൈ പ്രൊഡക്ഷനും 2750. വീണ്ടും റോയൽറ്റി അക്കൗണ്ട് ഡെപ്റ്റർ ടു ജോൺ 2600, റോയൽറ്റിയുടെ എമൗണ്ടാണ് കാണിക്കേണ്ടത്, ബൈ പ്രൊഡക്ഷൻ 2600. അടുത്ത ഷോർട്ട് വർക്കിംഗ് അക്കൗണ്ടാണ് നമുക്ക് വരയ്ക്കാനുള്ളത്. ഷോർട്ട് വർക്കിംഗ് അക്കൗണ്ടിലേക്ക് വന്നു കഴിയുമ്പോൾ ഒന്നാമത്തെ എൻട്രി എന്താണ്, റോയൽറ്റി അക്കൗണ്ട് ഡെപ്റ്റർ ഷോർട്ട് വർക്കിംഗ് അക്കൗണ്ട് ഡെപ്റ്റർ ടു മിനിമം റെൻ്റ് എന്നാണ്. അപ്പോൾ നമ്മളിവിടെ ടു മിനിമം റെൻ്റ് എന്ന് എഴുതുന്നു, ഷോർട്ട് വർക്കിങ്ങിൻ്റെ എമൗണ്ട് മാത്രം കാണിക്കുന്നു 250. നമ്മളത് ബാലൻസ് ചെയ്ത് വെക്കുകയാണല്ലോ ചെയ്തേ, ബൈ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞുകൊണ്ട് 250 കാണിക്കുന്നു. അപ്പോൾ അതെന്ത് ചെയ്യണം, അടുത്ത വർഷം നമ്മൾ വീണ്ടും ബ്രോ ഡൗൺ ചെയ്യണം, ടു ബാലൻസ് ബ്രോ ഡൗൺ 250. ആ വർഷവും നമ്മുടെ അനാലിസിസ് ടേബിൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും 200 രൂപ അറൈസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ടു മിനിമം റെൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട് 200, വീണ്ടും ബാലൻസ് ചെയ്യുന്നു, ബൈ ബാലൻസ് ക്യാരി ഡൗൺ 450. നെക്സ്റ്റ് ഇയർ നമ്മൾ ബ്രോ ഡൗൺ ചെയ്യുന്നു, ടു ബാലൻസ് ബ്രോ ഡൗൺ 450. ആ വർഷവും നമുക്കൊരു മിനിമം റെൻ്റ് എന്താണ് ഷോർട്ട് വർക്കിംഗ് ഉണ്ടായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ടു മിനിമം റെൻ്റ് 350. ഇത് നിങ്ങളുടെ അനാലിസിസ് ടേബിൾ ഒന്ന് നോക്കുക. 2023 എന്നാ സംഭവിച്ചതെന്ന്. 2023 നമ്മൾ 250 രൂപ ഇറിക്കവറബിൾ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിനെ പി ആൻഡ് എൽ അക്കൗണ്ടിലേക്ക് ക്ലോസ് ചെയ്യണ്ടേ, ബൈ പി ആൻഡ് എൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ് 250 കാണിക്കുന്നു, ബാക്കി 550 രൂപ. ദെൻ അടുത്ത വർഷം വീണ്ടും നമ്മൾ 550 ബ്രോ ഡൗൺ ചെയ്യുന്നു. ഇനി ആ വർഷം എന്നാ സംഭവിച്ചു, ആ വർഷം അനാലിസിസ് ടേബിൾ നോക്കിയാൽ മനസ്സിലാകും. നമുക്ക് 250 രൂപ റീകൂപ്പ് ചെയ്യാൻ പറ്റി, ബാക്കി 300 രൂപ ബാലൻസ് ഉണ്ട്. റീകൂപ്പ് ചെയ്താൽ ലെസ്സറുടെ പേര് വെക്കണം എന്നല്ലേ നമ്മൾ പഠിച്ചേ. അപ്പോൾ ബൈ ജോൺ എന്ന് പറഞ്ഞുകൊണ്ട് 250, ബൈ ബാലൻസ് 300. വീണ്ടും നമ്മൾ ബ്രോ ഡൗൺ ചെയ്യുന്നു, ടു ബാലൻസ് 300. ആ വർഷവും നമുക്ക് 100 രൂപ റീകൂപ്പ് ചെയ്യാൻ പറ്റി, ബാക്കി 200 രൂപ ഇറിക്കവറബിളായി പോയി അല്ലേ. അപ്പോൾ റീകൂപ്പ് ചെയ്തത് ബൈ ജോൺ എന്നും പറഞ്ഞ് കാണിക്കുന്നു, ഇറിക്കവറബിൾ ആയത് ബൈ പി ആൻഡ് അക്കൗണ്ട് എന്നും പറഞ്ഞുകൊണ്ട് കാണിക്കുന്നു. അടുത്ത് നമുക്ക് ടെക്സ്റ്റിൽ കൃഷ്ണമൂർത്തി അക്കൗണ്ട് എന്നാണ് കിടക്കുന്നത്, അത് ജോൺ അക്കൗണ്ടാണ്. ജോൺ അക്കൗണ്ടിലേക്ക് വരാം. ഒന്നാമത്തെ എൻട്രിയിൽ മിനിമം റെൻ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ലെസ്സർ അഥവാ ജോൺ ആണ്. അപ്പോൾ നമ്മൾ ബൈ മിനിമം റെൻറ്റ് 1750. ദെൻ പൈസ കൊടുക്കുമ്പോൾ ജോൺ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് 1750. അടുത്ത വർഷവും മിനിമം റെൻ്റാണ്, ബൈ മിനിമം റെൻറ്റ് 2000, പൈസ കൊടുക്കുമ്പോൾ ടു ബാങ്ക് 2000. അടുത്ത വർഷവും മിനിമം റെൻ്റ് ഉണ്ട്, ബൈ മിനിമം റെൻറ്റ് 2250, ടു ബാങ്ക് 2250. നെക്സ്റ്റ് ഇയറിൽ നമ്മുടെ റോയൽറ്റിയാണ് കൂടുതൽ. അപ്പോൾ റോയൽറ്റി അക്കൗണ്ട് ഡെപ്റ്റർ ടു ജോൺ 2750, പൈസ കൊടുക്കുമ്പോൾ നമ്മൾ പൈസ എത്രയാണ് കൊടുത്തതെന്ന് നോക്കുക. അനാലിസിസ് ടേബിളിൽ പൈസ കൊടുത്തേക്കുന്നത് 2500 ആണ്, ടു ബാങ്ക് എന്ന് പറഞ്ഞ് 2500, ഷോർട്ട് വർക്കിംഗ് എന്ന് പറഞ്ഞ് നമുക്ക് വന്നേക്കുന്നത് 250 രൂപയാണ്. നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, റീകൂപ്പ് ചെയ്തേക്കുന്നത് അല്ലേ. ദെൻ അടുത്തത് ബൈ റോയൽറ്റി അക്കൗണ്ട് ഡെപ്റ്റർ 2600, ടു ബാങ്ക് നമ്മൾ പൈസ കൊടുത്ത 2500, ഷോർട്ട് വർക്കിംഗ് വന്നേക്കണത് 100, നമ്മൾ റീകൂപ്പ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു അക്കൗണ്ട് എന്ന് പറയുന്നത്. നമ്മളിത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കീപ് വാച്ചിങ്. താങ്ക്